ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് മാർച്ച് 5 വേൾഡ് ബുക്ക് ഡേ ആണ്. വേൾഡ് ബുക്ക് ഡേക്ക് നമുക്ക് പിള്ളേർക്ക് അവർക്ക് കോസ്റ്റ്യൂം ഇട്ടിട്ട് വേണം പോകാനായിട്ട്. ഏതെങ്കിലും ഒരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം, ഏതെങ്കിലും ക്യാരക്ടറോ അല്ലെങ്കിൽ ബുക്കുമായിട്ട് റിലേറ്റഡ് നല്ല ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ പിള്ളേർ എന്ത് കോസ്റ്റ്യൂം ഇട്ടിട്ട് പോകണമെന്നുള്ളതും പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോൾ രാവിലെ ഇവിടെ 7 മണിയായി. 8 മണിക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് ഇതുവരെ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. ഇവാൻ എഴുന്നേറ്റോ? എഴുന്നേറ്റിട്ട് കിടന്നാ പോരാ. ബാ ഇഷാനോ, കോസ്റ്റ്യൂം ഇടണ്ടേ ഇന്ന്? ഗുഡ് മോർണിംഗ്. അലാറം വരണ്ട, 10 മിനിറ്റ്. നീ അത് ലേറ്റ് ആയിട്ടാണ് അലാം വെച്ചേക്കുന്നത്. എഴുന്നേക്ക്. ആരാ ഫസ്റ്റ് പല്ലേക്കുന്നേ? ആര? ഇഷാനാണോ? എന്നാ ഗുഡ് ബോയ് ആയിട്ട് വേഗം ചെല്ല്. നീ അലാം വന്നിട്ട് എഴുന്നാ പറ്റാൽ മതി. ഇഷാൻ ആദ്യം പോയി പല്ല് വെച്ച് റെഡി ചെയ്യാൻ പോണ് അല്ലേ? ബാ ഓടി വാ. നമുക്കൊന്ന് നേരത്തെ ചെന്നാലാണ് മറ്റു കുട്ടികളൊക്കെ എന്തൊക്കെ ഇട്ടിട്ടാണ് വന്നതെന്നും കറക്റ്റായിട്ട് ലൈനിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയി പോയാൽ പിന്നെ പ്രശ്നമാവും കേട്ടോ. ആടാണല്ലോ. കേറി മരത്തുമ്മ കേറി. ഗുഡ് മോർണിംഗ് പറയും. പല്ലേച്ചിട്ടോ ഒരാളിവിടെ പല്ലൊക്കെ തേച്ച് വന്ന് ഗുഡ് ബോയ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഷാൻ പല്ലേച്ചാ? ഓക്കെ, ഹായ് പറയ്. ഇനി എന്താ പരിപാടി? ചായ കുടിക്കണ്ടേ? ചായ വെള്ളം കുടിക്കണം. എന്തോ? അവനെ നമുക്ക് പുറത്താക്കാം. ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ചെറിയ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി, വെതറൊക്കെ ചേഞ്ചായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോറൊക്കെ ബാൽക്കണി ഡോറൊക്കെ തുറക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇടയ്ക്ക് ഒരു ഈച്ചയൊക്കെ കയറും. വളരെ റെയർ ആയിട്ടുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് വലിയ പ്രശ്നമാണ്. പുറത്താക്കി കളയാനും നല്ല ഒരു ഫൈറ്റ് നടത്തണം അല്ലേ ശിവാനു? ഇപ്പം അടുത്ത ആളും വന്നിട്ടുണ്ട്. അടുത്ത ആളുടെ പല്ലേപ്പ് കഴിഞ്ഞു. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. എന്തെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ശിവാനെ? സാൻഡ്വിച്ച് ആണല്ലോ. ഓക്കെ, ചിക്കൻ സാൻഡ്വിച്ച്. കെച്ചപ്പ് ഇച്ചിരി കൂടി പോയോ? ഇച്ചിരി കൂടി പോയി. രണ്ടാമത് ചോദിക്കണ്ട കേട്ടാ. കഴിച്ചോ. ഇപ്പം ഇന്നത്തെ വരെ ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് ആട്ടാ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില ദിവസം ഓട്സ്, ചില ദിവസം സീരിയൽ, ചില ദിവസം ജസ്റ്റ് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കും. അതിൻ്റെ കൂടെ ഒരു കോഫി എന്തെങ്കിലും കഴിക്കും. നല്ല സാൻഡ്വിച്ചാണ് ഷാനോ. ഒക്കെ കഴിഞ്ഞപ്പോൾ സമയം 7:30. നമ്മുടെ വീരന്മാർ ഇതേ ഡ്രസ്സ് മാറാനായിട്ട് കാണട്ടോ. ഇത് മാറിക്കോ. ഇവാന്റെ കോസ്റ്റ്യൂം എന്താണ് പറയണ്ട, നമുക്ക് സർപ്രൈസ് ആക്കാം അല്ലേ? ആണോ? ഓ, ഇഷാന്റെയോ? ഇഷാൻ പറയണ്ടോ? ഇത് സർപ്രൈസ് പറയാൻ പാടില്ല. ആണോ? നമുക്ക് നോക്കാം. ഇഷാന്റെ കോസ്റ്റ്യൂം എന്താ പറയില്ല. ഇതിന്റെ 3 തണുപ്പായതുകൊണ്ടല്ലേ? തണുപ്പുള്ളതുകൊണ്ട് കോസ്റ്റ്യൂം പാട പോലത്തെ കോസ്റ്റ്യൂമാണെന്ന്. അത് കാരണം കൊണ്ട് ഈ ഡ്രസ്സുകൾ ഇടാണ്. കോസ്റ്റ്യൂം പറയില്ല. ഞങ്ങൾ ഇപ്പിട്ട് കാണിക്കാം. ഇഷാൻ കോസ്റ്റ്യൂം പറയില്ലല്ലോ. ഇത് കഴിയുമ്പോഴതാണ് ഇഷാന്റെ കോസ്റ്റ്യൂം. ഇത് കഴിഞ്ഞിട്ട് എന്റെ മുകളിലെ കോസ്റ്റ്യൂം പറയാം. അപ്പോൾ കോസ്റ്റ്യൂം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹാരി പോട്ടർ! എന്റെ അമ്മേ, വർഷങ്ങൾക്ക് ശേഷം ഹാരി പോട്ടർ അവതരിച്ചേക്കാൻ കേട്ടോ. ഔ കലക്കിലോ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങാൻ പോവാണല്ലേ? നീ സൂര്യനിൽ ഇറങ്ങാൻ പോണേ? ഔ സൂപ്പർ. ഇവിടെ കുട്ടി ഹാരി പോട്ടർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ഹാരി പോട്ടറും ചന്ദ്രമാനും തമ്മിലൊരു നാസയുടെ എംബ്ലോക്ക് ഉണ്ടല്ലോടാ. നാസയിലെ വർക്കർ. എന്ത് വർക്കറാടാ? അടിച്ചു തൂക്കാൻ പോണതാണോ? ചേട്ടൻ എന്താ പറഞ്ഞു വന്നേ? ഹാരി പോട്ടർ എന്താ പറഞ്ഞു വന്നേ? ഹാരി കമോൺ സ്പീക്ക്.
മഞ്ഞുണ്ടായിരുന്നു റെഡി ആവാൻ ചെയ്തത്. ഈ വാക്കർ ചെയ്തു. വന്നതേ ബാക്കി കൂടി ഇട്ടേ ഫിനിഷ് കംപ്ലീറ്റ് ആയില്ല കോസ്റ്റ്യൂം. ഇവിടേക്ക് എവിടേക്കെങ്കിലും കാണിക്കും, വേറെ സ്റ്റൈൽ ഇങ്ങോട്ട് കാണിക്കും. ഇവിടേക്ക് എഴുന്നേറ്റ് നിന്നിട്ട്. ഓ ഗുഡ്. വേറെ എന്താ ഒന്നുകൂടി വേറെ സ്റ്റൈൽ കൂടി, ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റൈൽ കൂടി. ഓക്കെ, ഇവാൻ്റെ ഫോട്ടോ സെഷൻ ആട്ടോ. ഈ ഫാൻ ഇടുക, ഇവിടേക്ക് വാ. കൈ മാറ്റി മുഖം കാണണം. താടിയുടെ അടിയിൽ വെച്ചോ ആ പോസ് തന്നെ താടിയുടെ അടിയിൽ വെക്കി. അങ്ങനെ ഇനി വേറെ വരണം. മുഖം കാണിച്ചോ, മുഖം ഇങ്ങനെ കാണിച്ചോ. അങ്ങനെ കാല് ചേർത്ത് വെച്ച്, 2 കാല് ചേർത്ത് വെച്ച്. എന്നാ അങ്ങനെ എന്നോ. ഓക്കെ, ഇനി വേറെ വരണം. നീ ചന്ദ്രനിൽ നടക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചേ. അങ്ങനെ അവിടെ നിന്നാ മതി, നടക്കണ്ട. ഇവിടെ നോക്ക്. ഇത് ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് ഫോട്ടോഷൂട്ടാണ്, കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട്. താടി താഴ്ത്തി വെച്ച് മുഖം കാണാൻ വേണ്ടി വരണം. അപ്പോൾ അത് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് രണ്ടുപേരും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങാണ്. ഇപ്പോൾ സമയം 8 o'clock കഴിഞ്ഞു. ഇപ്പെങ്കിലും പോയാലേ നമുക്ക് സമയത്തിന് എത്താൻ പറ്റുള്ളൂ. ഈ വോണ്ട് കംപ്ലീറ്റ്ലി ഉണ്ടാക്കി ഹാൻഡ് മെയ്ഡ്. ഫോട്ടോക്കിൽ ജിയോ മച്ചാൻ ഇത് ഫുൾ ഉണ്ടാക്കിയല്ലേ? ഓക്കേ, ഞാൻ തിങ്ക് ഇത് സെൽ ചെയ്തു എന്നാണ്. ഇത് ജിയോ മച്ചാൻ സെൽ ചെയ്തല്ല, ഇത് വേറെ കമ്പനിക്കാർ സെൽ ചെയ്ത കേട്ടോ. Swaggy boy, swaggy boy, swaggy boy. Harry Potter, Harry Potter. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ നടന്ന പോകണം. ഈ 113 പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം. പക്ഷേ ഞങ്ങൾ ബസ് എടുക്കാറില്ല, ഞങ്ങൾ എപ്പോഴും നടന്ന പോകാറ്. ഇവിടെ നിന്ന് നമുക്കൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ കഷ്ടിച്ച്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ നടന്നെപ്പോഴും പോകാറ്. ഇല്ലില്ല, മുകളിൽ നടക്കണ പോലെ നടന്നിടുവാനെ. ഓ, ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാവില്ല, അപ്പോൾ അതനുസരിച്ചിട്ട് പയ്യെ വേണം നടക്കാൻ. നമ്മുടെ ഈ സൈഡിൽ കൂടെ പോണ ഹൈവേ കണ്ടോ? അത് A1 ആട്ടെ ഹൈവേ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ ഹൈവേ ആണ്. ഇപ്പോൾ വെംബ്ലിയിലേക്കൊക്കെ പോകാനായിട്ടുള്ളൊരു ഹൈവേ ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോണേ. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കാറിനാണ് പോയിട്ടിരുന്നത്. പക്ഷേ ഈ തവണ കംപ്ലീറ്റ് എല്ലാ ദിവസവും ഒറ്റ ദിവസം മുടങ്ങിയില്ല അല്ലേ വാനെ? എല്ലാ ദിവസവും നമ്മൾ നടന്നല്ലേ പോയത്. ഞങ്ങൾ നടന്ന പോണേ. ഞങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. കാറിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് കിട്ടുന്നില്ല. നമ്മൾ വെറുതെ അവിടെ ഇറങ്ങുക. അത് മാത്രമല്ല കേട്ടോ, അവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. നമ്മൾ സ്ട്രീറ്റിൽ പാർക്ക് ചെയ്യണം. കൗൺസിലിൽ നിന്ന് ഫൈൻ അടിച്ച് തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരിപ്പോൾ 2 പേര് 2 ക്യാമ്പസിലാണ്. അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ ഇവർ 2 പേരും ഇപ്പോൾ 2 ക്യാമ്പസിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒരാൾ ആദ്യം കൊണ്ടുവന്നാക്കണം, പിന്നെ അടുത്ത ആളെയും കൊണ്ട് അടുത്ത ക്യാമ്പസിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമാണ് പരിപാടിയാണ് കാറിൽ പോകുന്നത്. അത് കാരണം ഈ വർഷം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നടക്കാറുണ്ട്. ഇതുപോലെ നടക്കും, ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് നടക്കും. ചിലപ്പോൾ ഇവാൻ കയറി നടക്കും, അപ്പോൾ ഇഷാൻ എൻ്റെ കൂടെ കൈ പിടിച്ച് നടക്കും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ സ്കൂളിൽ പോകാറ്. ഞങ്ങളിതേ കുറച്ച് ഫ്രണ്ടിലെത്തി. 2 പേര് പിറകെ കൂടെ പയ്യെ വന്നു. ഇഷാൻ ഇങ്ങനെ പയ്യെ ഒച്ചയാണ് പോലെ ഇഷാൻ നടക്കുന്നത്. പുള്ളി കാക്കേനോടും പൂച്ചേനോടും വണ്ടിക്കാരോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് നടക്കുള്ളൂ. ഇവൻ ഫാസ്റ്റാണ്. ഇവൻ എൻ്റെ പോലെയാണ്. ഇവനോട് സ്പീഡിൽ നടക്കാൻ പറഞ്ഞ് ഇപ്പം വിട്ടടിച്ച് പൊക്കോളും. ചെടികളൊക്കെ പൂത്ത് തുടങ്ങിയിട്ട് കണ്ട നല്ല സ്റ്റൈലായിട്ട് തന്നെ ഉണ്ട് പൂ.
കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. വരുമ്പോൾ ഇവിടെ മാത്രം ഒരു ചെറിയ ക്രോസിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. ഇവിടെ ഉണ്ട്, പിന്നെ ഒരു സിഗ്നലിൻ്റെ അവിടെയും ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ വണ്ടിക്കാർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വന്ന് നിന്ന് കഴിയുമ്പോൾ വണ്ടിക്കാർ നിർത്തി തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാം. അവിടെ സീബ്ര ലൈനൊന്നുമില്ല. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ചിലവരൊക്കെ ടയേർഡായിട്ടാണ് വെള്ളം കുടിച്ചു തുടങ്ങി. 1 കിലോമീറ്റർ ആയില്ലല്ലോ ഇവാനെ. കൊറേ സൂട്ട് കോട്ടൊക്കെ ഇട്ടോണ്ടാ പകുതി എത്തി കഴിഞ്ഞപ്പോൾ 4 പേരും ഒരുമിച്ചായിട്ടാ. ഞാൻ കയറി വന്നു അല്ലേ. ശനം ശക്തിയൊക്കെ ഉണ്ട്. ശക്തി ഹാരി പോട്ടറാണ്. ഹാരി പോട്ടർ ശക്തി വെച്ച് കയറി വന്നതാണ് കണ്ടേ. അടുത്തത് നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ ക്രോസ് ചെയ്യാണ്ട്. ഇതൊരു വലിയ സിഗ്നലാണ്. ഇവിടുത്തെ ഒരു മെയിൻ ജംഗ്ഷനാണ്. ഹെൻഡൻ വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ തൊട്ടടുത്തുള്ള. വാ ഇവരുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ബിൽഡിംഗ് കൂടി കഴിഞ്ഞാൽ പിന്നെ സ്കൂളാണ്. അതെ, നമ്മൾ സ്കൂളിലെത്തിയിട്ടോ. ഇതാണ് സ്കൂളിൻ്റെ ഇവരുടെ സെൻറ്റ് മേരീസ് ആൻഡ് സെൻറ്റ് ജോൺ സ്കൂൾ, സി സ്കൂൾ, നെയിൽ ക്യാമ്പസ്. ഇവിടെ 3 ക്യാമ്പസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. SMSJ അല്ലേ, അതിന് ഷോർട്ടായിട്ട് എന്താ പറയുക? SMSJ. SMSJയിൽ ഏത് ഇയറിലെ ഷാൻ? Year 1 സർവീസ് അല്ലേ? ഇത് സ്കൂളിൻ്റെ എൻട്രൻസ്. ഈ ക്യാപ്പ് വേണ്ടല്ലോ. ഈ ക്യാപ്പ് വെച്ചോടി. പുറത്തിറക്കണ്ടെങ്കിൽ അവർക്ക് വയ്ക്കാൻ ബാഗിൽ വെച്ചോ. അവരങ്ങനെ സ്കൂളിൻ്റെ പഠിക്കെത്തിയിട്ടാണ്. അപ്പോൾ അമ്മേനെ മോനെ നമ്മളവിടെ ആക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി അടുത്ത ക്യാമ്പസിലോട്ട് പോകണം. അപ്പോൾ ദേ ഞങ്ങൾ ഇഷാനെ അവിടെ സ്കൂളിലാക്കി. അപ്പോൾ LG അവിടെ തന്നെ നിന്നു. കാരണം നമുക്ക് കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ബുക്ക് റീഡിങ്ങിൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇവാനെ സ്കൂളിലാക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇവാനും കൂടി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവാൻ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഇനിയും ബെനറ്റ് ഹൗസ്. സോ അതിനോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ SMSJ എന്ന് പറഞ്ഞാൽ 3 ബിൽഡിംഗ് ഉണ്ട്. നീൽ ഹൗസ്, ബെനറ്റ് ഹൗസ്, പിന്നെ വേറൊരെണ്ണം. നീൽ ഹൗസിൽ നഴ്സറി മുതൽ ഇയർ 4 വരെ ഉണ്ടാവും. അതെല്ലാം പ്രൈമറി ആണ്. പിന്നെ ഉള്ളത് ബെനറ്റ് ഹൗസ്. അതിൽ 2 പ്രൈമറിയാണ്, ഇയർ 5ഉം ഇയർ 6ഉം. പിന്നെ അവിടെ ഉള്ളത് 2 സെക്കൻഡറീസ് ആണ്, ഇയർ 7ഉം 8ഉം. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ക്യാമ്പസിൽ ഇയർ 5 മുതൽ ഇയർ 8 വരെ ഉള്ളത്. അടുത്തത് എന്ന് പറഞ്ഞാൽ 3ാമത്തെ ക്യാമ്പസ്. അതിൽ ഇയർ 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. ഇത് 3ഉം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോവാം. പക്ഷേ സോ എന്റേന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ഇഷാനെ നെയിൽ ഹൗസിലാക്കി അല്ലേ? ഇവാൻ കഴിഞ്ഞ വർഷം വരെ നെയിൽ ഹൗസിലായിരുന്നു. അതെ, ഞാൻ ഇയർ 4ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ബെനറ്റ് ഹൗസിലോട്ട് പോകണം. ഇവിടെ നിന്ന് വീണ്ടും ഒരു 1 കിലോമീറ്ററിൽ കൂടുതൽ നടക്കാനുണ്ട് ഇവാൻ്റെ ക്യാമ്പസിലോട്ട്. അപ്പോൾ ഇവിടെ 8:30ക്ക് ഇഷാന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇവാന് 8:45 എത്തണം. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാണ് ക്ലാസ് തുടങ്ങുന്നത്. 9 o'clock 8:45 മുമ്പ് നമ്മളോട് എത്തണം അല്ലേ? നമ്മൾ എത്തൂലേ? വേഗം നടക്കാം. ഇവാൻ്റെ സ്കൂളിലേക്ക് പോണ വഴി കണ്ടോ, ചെറിയ പൂത്തേക്കണേ, നല്ല രസമായിട്ട് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ലൈബ്രറി, നമ്മളങ്ങനെ ഇവിടെ ഹെൻഡൻ ലൈബ്രറി അടുത്തെത്തിയിട്ടാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു സിഗ്നൽ ഉണ്ട് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട്. അതിൽ നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഗ്രീൻ വരും. അപ്പോൾ ഗ്രീൻ വന്നു, അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. ഇതാ ഹെൻഡൻ ലൈബ്രറി. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫയർ സ്റ്റേഷൻ ഉണ്ട്. ഫയർ സ്റ്റേഷൻ്റെ അപ്പുറത്ത് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി. ഓട്, നമ്മൾ ഫയർ സ്റ്റേഷനും കഴിഞ്ഞു. ദേ മൂൺ വാക്ക് ചെയ്യണം. വാ, ഈ കാണുന്നതാണ് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി. കണ്ടോ? ഇവിടെ ലണ്ടനിലെ ഫേമസ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഒരു പഴയ യൂണിവേഴ്സിറ്റിയാണ്. കണ്ടോ? ആ ബിൽഡിംഗ് കണ്ടോ? നല്ല പഴയ സ്റ്റൈലിൽ ഒത്തിരി കുഴപ്പമുള്ളൊരു ബിൽഡിങ്ങാണ്. വലിയൊരു ക്യാമ്പസാണ് ഇത്. ഉള്ളിലോട്ട് കുറേ ഉണ്ട്. നമ്മുടെ ഒരുപാട് മലയാളികളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കണ്ട അവരൊരു ഹോസ്റ്റലാണ്. അല്ലല്ല, അത് വേറൊരു ക്യാമ്പസ്. ഇത് ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ്.
ഇതാ കാണുന്നത് കണ്ടോ, ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗം തന്നെ. അവിടെ ജിമ്മൊക്കെ ഉണ്ട്, ഇവിടെ കുട്ടികൾക്ക് എന്തോ ഓഫറൊക്കെ ഉണ്ട്, നമുക്ക് പബ്ലിക്കിനും ജിം ആക്സസ് ചെയ്യാൻ കണ്ടത്. ചെറിയ ഗാർഡൻ പോലെ നല്ല രസമില്ല കുട്ടികൾക്ക് വന്നിരിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് ചർച്ചിൻ്റെ എത്തി ഹെൻഡനിൽ. വാർ മെമ്മോറിയലാണ് ഇഷാൻ്റെ സ്കൂൾ പറഞ്ഞത്. ഇനി വിവാൻ്റെ സ്കൂൾ ഇവിടെ ചർച്ചിൻ്റെലാണുള്ളത്. അടുത്ത ക്യാമ്പസ് ബെനറ്റ് ക്യാമ്പസ്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് എത്തി. നമ്മൾ പോണ വഴിയുള്ള ഒരു പെറ്റ് ഹോസ്പിറ്റലാട്ടാ. പെറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ പെറ്റ്സിനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ചില സമയത്ത് പോകുമ്പോൾ ഒരുപാട് പെറ്റ്സൊക്കെ ഉണ്ടാവും ഇവിടെ. അപ്പോയിൻമെൻറ്റ് ഇവിടെ അപ്പോയിൻമെൻറ്റ് ഇട്ട് വെയിറ്റ് ചെയ്യണ ഒരുപാട് പെറ്റ്സൊക്കെ ഉണ്ടാവും ചില സമയത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ രാവിലെ ഒന്നും കാണാനില്ല. കുറച്ച് പേര് ആ കാറൊക്കെ വെയിറ്റ് ചെയ്യണത് അതിൻ്റെയാണ്. ഓരോ ഡോഗ്സും വെയിറ്റ് ചെയ്യണത് അതേ കൊണ്ട് ഓരോന്ന്. ഇതാ കാണുന്ന ക്യാമ്പസാണ് ഇവാൻ്റെ ക്യാമ്പസ്. ബെനറ്റ് ഹൗസ് ക്യാമ്പസിൻ്റെ പിൻവശമാണത്. നമുക്കതിൻ്റെ സൈഡിൽ കൂടെയാണ് എൻട്രി. നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ നിർക്കുന്നതാണ് തൽക്കാലം. അപ്പോൾ കുട്ടികളുടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് എടുക്കില്ല. അപ്പോൾ ഇവാൻ ഇനി കയറി പോകും. കുറച്ച് നേരം ഇവാൻ്റെ അടുത്ത് പോയി ബുക്കൊക്കെ റീഡ് ചെയ്ത് ഞാനും പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. ആണ് ഇവാൻ്റെ ക്യാമ്പസ്, ബെനറ്റ് ക്യാമ്പസ്. ഇതാണ് ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ഭാഗം. നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ് റീഡിങ് ഡേക്ക്. നമുക്ക് വേൾഡ് ബുക്ക് ഡേക്ക് നമുക്ക് റീഡിങ്ങിന് വേണ്ടി കുട്ടികളുടെ കൂടെ കയറാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പാരൻസിൻ്റെ കൂടെ. ഇപ്പോൾ സമയം 9:15 കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും സ്കൂളിലൊക്കെ പോയി. LG രണ്ടുപേരെയും ക്ലാസ് റൂമിലൊക്കെ കയറി പുസ്തകമൊക്കെ റീഡ് ചെയ്തല്ലേ. ഷാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഷാനും കുഴപ്പമില്ല, ഇവാനും കുഴപ്പമില്ല. രണ്ടുപേരും അവിടെ നല്ല ഭംഗിയായിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. അടിപൊളി. അപ്പോൾ നമുക്കിനിയും ഞങ്ങൾക്ക് ഒരു ബാഡ്മിൻ്റൺ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ, ചുമ്മാ ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് 10 മണിക്കാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ച് പെട്ടെന്ന് ബാഡ്മിൻ്റൺ വേണം. അപ്പോൾ വേഗം നടക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് 3rd ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് നമ്മളിപ്പോൾ 9:30 10 മണിക്കാണ് നമ്മൾ കോർട്ട് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മളിത് കുട്ടികൾക്ക് കൊടുത്ത പോലെ തന്നെ ചിക്കൻ സാൻഡ്വിച്ചാണ്. ഇത് ഇന്നലെ മന്തി ഉണ്ടാക്കിയതിൻ്റെ ചിക്കൻ ഉണ്ടായി. അപ്പോൾ ആ ചിക്കനകത്ത് നമ്മൾ ജസ്റ്റ് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തൈര് വെച്ചിട്ട് നമ്മളൊരു ഡ്രസ്സിങ് ഉണ്ടാക്കി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല കട്ട യോഗേട്ടിൽ നമ്മൾ കുറച്ച് ബർഗർ സോസും പിന്നെ കുറച്ച് പെപ്പറും സാൾട്ടൊക്കെ ഇട്ട് അതിനകത്ത് ചിക്കനും ഇട്ടിട്ട് 2 കുക്കുമ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സാൻഡ്വിച്ച്. അടിപൊളി കേട്ടോ. ഇത് ഈ ചിക്കൻ്റെ ഫില്ലിങ്ങിന് പോലെ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് ഗുരുഗുരുന്ന് കട്ട് ചെയ്തിട്ട് ഈ തൈരിനകത്തിട്ട് അതിനകത്ത് കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റോ അല്ലെങ്കിൽ ബർഗർ സോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് വെറൈറ്റി ആക്കാം. അപ്പോൾ ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നല്ല എഗ്ഗും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കണ്ട LGയുടെ ബ്രേക്ക്ഫാസ്റ്റ് 2 ബുൾസായും ആപ്പിളും. ഡയറ്റിലാണ്. തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. തടിയൊന്നുമില്ല എനിക്ക്, ഞാൻ ഡയറ്റിലൊന്നുമല്ല. പിന്നെ ഇച്ചിരി ഹെൽത്തി ഫുഡ്. അല്ലെങ്കിൽ രാവിലെ ദോശ ഇഡ്ഡലിയും കഞ്ഞിയും കുടിച്ചോണ്ടിരുന്ന ആളാണ്. സ്ഥിരം പുട്ട് കഴിച്ചോണ്ടിരുന്ന ആളാണ്. ഇപ്പൊ പുട്ടുമില്ല, ദോശയില്ല, ഇഡ്ഡലി ഇല്ല, ഒന്നുമില്ല. ജീവിതം കുറേ മാറി. ജോലിക്ക് ഇന്ന് വ്യാഴാഴ്ച അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുള്ളത്. രണ്ടുപേരും ഉച്ചവരേ ഉള്ളൂ. എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. എനിക്ക് 2 ക്ലാസ് ഉണ്ട്. അപ്പോൾ LG വ്യാഴവും ശനി ഞായറും ഓഫാണ്. വ്യാഴം ശനി ഞായറാണ് ഞാൻ ക്ലാസ്സിന് പോണത്. പിന്നെ വെള്ളിയാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ട്. പക്ഷേ അത് കുട്ടികൾ സ്കൂളിൽ പോകേണ്ട സമയത്ത് 1 മണിക്കൂറുള്ളൂ. അത് കാരണം കൊണ്ട് ലീവിൻ്റെ പ്രശ്നമില്ല. ഇന്ന് പക്ഷേ എനിക്ക് നേരത്തെ ക്ലാസ് ഉണ്ട്. 2 ക്ലാസ് ഉണ്ട്. ഇപ്പോൾ LG മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ അങ്ങനെ 4 ദിവസമാണ് ഡ്യൂട്ടി എടുത്തേക്കണേ. അങ്ങനെ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ട് ഇവിടെ കോപ്റ്റാറിൽ വന്നതാണ്. ബാർനെറ്റ് കോപ്റ്റാറിൽ ഞാൻ ക്ലാസ് ചെയ്യുന്ന സെൻറ്റർ ഇവിടുത്തെ കോർട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ബാർനെറ്റ് കോപ്റ്റർ ലൈഷർ സെൻറ്റർ. ഇവിടെയാണ് നമ്മളിന്ന് ബാഡ്മിൻ്റൺ കളിക്കാൻ വന്നേക്കണേ. ഞാൻ വർക്ക് ചെയ്യുന്ന സെൻറ്റർ ഇത് തന്നെയാണ് കേട്ടോ. ബെറ്റർ ജിമ്മിൻ്റെ കോപ്റ്റാറിലുള്ള ലൈഷർ സെൻറ്ററാണിത്. ഒരു ജിമ്മാണിത്. ഇതാണ് എൻ്റെ ഹോം ഓഫീസ്. ഇവർ തന്നെ വേറെ 3 സെൻറ്ററുകളിലും കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ കോർട്ട് കേട്ടോ. കണ്ടാ 5 കോർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോർട്ട് നമ്മൾ ബുക്ക് ചെയ്തേക്കണം. അടിപൊളിയല്ല, നല്ല സൂപ്പർ കോട്ടാണ്. നല്ല അടിപൊളി ഫ്ലോറൊക്കെയാണ്. അപ്പോൾ അതേ ഞങ്ങൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. യെസ്, LG സർവീസ് ഒന്നും അല്ലട്ടോ, ചുമ്മാ വാമപ്പാണ്. ഞങ്ങൾ ചുമ്മാ തട്ടിക്കളിക്കാൻ വേണ്ടി വന്നതാണ്.
ഓടിയെടുക്ക്. മറ്റേ സിനിമയിലെ പോലെ ആവരുത്. ഏതാണെന്നറിയോ കട്ടപ്പന ഋതികൃഷ്ണനിൽ ഊഞ്ഞാല അടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ കോക്ക അവിടെ വീഴുന്നു, എൽജി ഇവിടെ വീണ് കിടക്കുന്നു. അതെ അപ്പോൾ ഇത് ഞങ്ങൾ ബാഡ്മിൻ്റനൊക്കെ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കോപ്റ്റാളിൻ്റെ കാർ പാർക്കിംഗ് ഉണ്ടോ, ഇഷ്ടംപോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനത്തെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. ബസ് കിടക്കുന്നത് ഈ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ട്രെയിനിങ് ഇവിടെ വെച്ചിട്ടാണ് വരുന്നത്. ഇവാന് ഇയർ 4 കഴിഞ്ഞ വർഷം 2 ആഴ്ചത്തെ ട്രെയിനിങ് ഇവിടെയായിരുന്നു. നമ്മൾ ബാഡ്മിൻ്റൺ കളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ അടുത്ത് എത്തി. നമുക്കപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 2 മണിയായിട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് ടൈമായി. ബാഡ്മിൻ്റൺ കളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നും മയങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് 1:30 എഴുന്നേറ്റ്. ഇവിടെ 1:30 നമ്മുടെ ഇന്ത്യയുടെ സെമി ഫൈനലിൽ ഇരുന്നത്. അപ്പോൾ 1:30 കളി തുടങ്ങുന്നത്. അത് കാരണം ഞാൻ നേരത്തെ എഴുന്നേറ്റ് LG ഉറങ്ങാണ്. ഇന്നത്തെ ലഞ്ചിന് ഇതേ കണ്ട, ഇന്നലെ മന്തി ഉണ്ടാക്കിയിരുന്നു. മന്തിയും അൽഫാം ചിക്കനും. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ മന്തിയും അൽഫാം ചിക്കനും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അതേ നമ്മൾ സ്കൂളിലേക്ക് അവരെ പിക്ക് ചെയ്യാൻ പോകാൻ കേട്ടോ. 2:30 സമയം. 2:30 കഴിഞ്ഞല്ലേ, 2:45. അപ്പോൾ ഈ സമയം 2:45 കഴിഞ്ഞു. 2:50 നമ്മൾ പിള്ളേരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് വ്യാഴാഴ്ച ഞാൻ LGയും കൂടി ഇതുപോലെ കാറിൽ പോകും. എനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. ക്ലാസ് ഉള്ള കാരണം കൊണ്ട് ഞാൻ നേരെ LGനെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് 1 മിനിറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് ഉള്ള കാരണം കൊണ്ട് LGനെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ LG ഇഷാൻ ആദ്യം പിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇഷാന് 3:10 ക്ലാസ് കഴിയണേ. അത് കഴിഞ്ഞിട്ട് 3:30 ഇവാന് കഴിയും. അപ്പോൾ അമ്മയും മോനും കൂടി പോയ ഉരുണ്ട് ഇവാൻ്റെ ക്യാമ്പസിൽ ചെന്ന് ഇവാനെയും പിക്ക് ചെയ്ത് 2 പേരും കൂടി വീട്ടിലോട്ട്, 3 പേരും കൂടി വീട്ടിലോട്ട് വരും. അപ്പോൾ ഞാൻ നേരെ, എനിക്ക് സൗത്ത് ഗേറ്റിൽ എന്ന് ക്ലാസ് ഉള്ളത്, സൗത്ത് ഗേറ്റിലോട്ട് പോകും. അപ്പോൾ അതാണ് ഞങ്ങളുടെ വ്യാഴാഴ്ചത്തെ ഈവനിങ് പരിപാടി. സൺഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. കുറേ നാൾ കൂടി വെയിൽ വന്നേ പിന്നെ സൺഗ്ലാസ് ഒക്കെ പൊടി തുടച്ച് പുറത്തെടുത്ത് പെട്ടെന്ന് ഇങ്ങനെ വെയിൽ കണ്ണിലടിക്കുന്നുണ്ടല്ലോ. കുറെ നാളും കൂടി ഇരുട്ടത്തായിരുന്നല്ലോ. പെട്ടെന്ന് ഇങ്ങനെ വെയിൽ കണ്ണിലടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. എന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ സൺഗ്ലാസ് വെക്കും. അഹങ്കാരമായിട്ട് ആരും കാണണ്ട. ഒട്ടും അഹങ്കാരമില്ലാത്ത കുട്ടി, ഒട്ടും അഹങ്കാരമില്ലാത്ത കുട്ടിയാട്ടാ. ഷോ അല്ല, ഇതാണ് അവസ്ഥ. നമ്മളിത് ഇവിടെ സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നലിൽ LGനെ ഇറക്കി വിടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാം. അല്ലെങ്കിൽ ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഈ സമയത്ത് ഭയങ്കര ട്രാഫിക്കായിരിക്കും. കാറുകളെല്ലാം കൂടി വന്നിട്ട് തലങ്ങും വിലങ്ങൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഡബിൾ പാർക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ പെട്ടുപോകും. അപ്പോൾ LG അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇവിടുന്ന് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകും. കണ്ടാ ആ കാറ് കണ്ടാ, സൂപ്പർ അല്ലേ, അടിപൊളി. ഇവിടെ ഇടയ്ക്ക് ഇതുപോലത്തെ കുറേ കാറുകൾ കാണാം. കുറേ വിൻറ്റേജ് കാറുകൾ നമുക്ക് എപ്പോഴും കാണാം കേട്ടോ. ഇത് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഏകദേശം ഒരു 40 മിനിറ്റ് ഡ്രൈവ് നമ്മളിതാ നമ്മുടെ സൗത്ത് ഗേറ്റ് ലേഷർ സെൻറ്ററിൽ എത്തിയിട്ടാ. ഇതാണ് സൗത്ത് ഗേറ്റ് ലേഷർ സെൻറ്റർ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ഇവിടെയാണ്. എനിക്ക് 4 മണിക്കാണ് ക്ലാസ്. ഞാനിവിടെ ഒരു 4:35-40 ആവുമ്പോഴേക്ക് എത്തി. രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഇന്ന് ബാഡ്മിൻ്റൺ കളിച്ചില്ലേ ബാർനെറ്റ് കോപ്റ്റാളിൽ, അവിടെയാണ് രണ്ടാമത്തെ ക്ലാസ്. അപ്പോൾ അതിനുവേണ്ടി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ബാർനെറ്റ് കോപ്റ്റാളിൽ എനിക്ക് 8 മണിക്കാണ് ക്ലാസ്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് 5 മണിക്ക് കഴിഞ്ഞ് ഞാൻ 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. ഒരു ബ്രേക്ക് എടുക്കാനുള്ള ടൈമുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് അവിടേക്ക് പോയാൽ മതി. പക്ഷെ ഇവിടുത്തെ പാർക്കിംഗ് അത്ര വലിയ പാർക്കിംഗ് എന്ന് പറയാനില്ല.
അപ്പോൾ നമ്മുടെ ക്ലാസ് ഒരെണ്ണം കഴിഞ്ഞു ഇന്നത്തെ ഇവിടുത്തെ സൗത്ത് ഗേറ്റിലെ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അതിക്ക് മുമ്പ് വീട്ടിൽ പോയിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്, ഒരു സ്മൂത്തിയൊക്കെ കഴിച്ച് ഒന്നും കൂടി അടുത്ത ക്ലാസ്സിന് വേണ്ടി സെറ്റ് ആവണം. ഓക്കെ, വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാങ്ങ കട്ട് ചെയ്യാൻ പോണ്. ഇത് കഴിഞ്ഞ ദിവസം അസ്തേന്ന് മേടിച്ചു കേട്ടാ. അസ്തേന്ന് നമുക്കിങ്ങനെ ഇടയ്ക്ക് കിട്ടും. ഇത് 60 പെൻസേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലൊരു 70 രൂപ ഒരു മാങ്ങയ്ക്ക്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മാങ്ങയുണ്ട്, പക്ഷെ അത് ഭയങ്കര റേറ്റ് ആവും. 1 കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു 7 പൗണ്ടേ കണ്ട, അതായത് 750-800 രൂപ ഉള്ളത്. അപ്പോൾ ഇത് അത്ര നല്ലതാണോന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ കഴിഞ്ഞൊരു 3 ദിവസം മുമ്പ് മേടിച്ചിട്ട് അരിയിൽ വെച്ചേക്കായിരുന്നു പഴുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പഴുത്തുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ നാട്ടിൽ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ മണമില്ല, ആ മണമൊന്നുമില്ല, വാട്ടയാണാവോ. നോക്കാം എന്തായാലും. ഒരു മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താണ് ഹാരി പോട്ടർ ഇതുവരെ ഹാരി പോട്ടറിന്റെ ഡ്രസ്സൊന്നും വരാറായില്ലേ? എവരി മാങ്ങായിട്ട് മാങ്ങാണ്ടി ഉണ്ടാവും. എവരി മാങ്ങയ്ക്ക് ഒരു മാങ്ങണ്ടി ഉണ്ടാവും. ഒരെണ്ണം കൈ മാറ്റതേ, കൈ ഈ കത്തി എന്നോടത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. എവരി മാങ്ങയ്ക്ക് ഒരു മാങ്ങണ്ടി ഉണ്ടാവുന്നത് അത് പുതിയ കണ്ടുപിടുത്താണല്ലേ ഹാരി പോട്ടറിന്റെ. 2 മാങ്ങണ്ടിയുള്ള മാങ്ങ ഉണ്ടോ? ഒരു മാങ്ങയ്ക്ക് ഒരു മാങ്ങണ്ടിയുള്ളൂ. എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടാ. വലിയ പുളിയൊന്നുമില്ല, വലിയ മധുരമില്ല. ഓ വാ, ഇങ്ങോട്ട് കയറുക. കഴിച്ചോ. എങ്ങനെയുണ്ട്? നിനക്കൊക്കെ ഇഷ്ടപ്പെടും. നീയൊക്കെ നല്ല മാങ്ങ കഴിച്ചോണ്ടോ അധികം? മാങ്ങ കഴിച്ചു തുടങ്ങണേക്കുമ്പോ നാട്ടിൽ നിന്ന് പോന്നില്ലേ? കുഴപ്പമില്ല, നോട്ട് ബാഡ്. തമിഴ് ഭേദം തൊമ്മൻ, അത്രേ ഉള്ളൂ. കട്ട് ചെയ്യട്ടെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇത് കട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്, ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ 9 മണിയായി. ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു. ഇതാണ് കോപ്റ്റിയാർല സ്റ്റുഡിയോയുടെ വലിയ സ്റ്റുഡിയോ ആണ്, കണ്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ തീർന്ന് നമ്മൾ പയ്യെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങാം. അതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പരിപാടി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല കക്കത്തോരനും പരിപ്പ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള പരിപാടി. സമയം ഏകദേശം 10 മണി കഴിഞ്ഞു, 10:15. ഇപ്പോൾ ഇച്ചിരി ലേറ്റായി ഉറങ്ങാൻ പോകണം. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.